ടെലിവിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് ലയൺസ് ക്ലബിന്റെ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ. കോട്ടയം വീട്ടിൽ രാമചന്ദ്രൻ 10 വർഷം ആർമിയിൽ, 35 വർഷം പ്രവാസ ലോകത്ത് ഒരു വിദേശ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലം ലയൺസ് ക്ലബ് പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. ഒടുവിൽ ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം KV രാമചന്ദ്രനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ ലയൺസ് ക്ലബ്ബൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യർ കാണുക ഒരു സമ്പന്നരുടെ ഒരു പ്രസ്ഥാനമായിട്ട്, പക്ഷെ അതിന്റെ ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് സേവന പ്രവർത്തനം നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയായിട്ടാണ് അത് ശരിക്കും. പക്ഷെ ജനം അങ്ങനെയല്ല കാണുന്നത് പലപ്പോഴും. എന്തായാലും ആ പദവിയിലേക്കൊക്കെ താങ്കൾ എത്തുമ്പോൾ താങ്കൾ കടന്നു വന്ന ജീവിത വഴിയിൽ ഒന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ് സക്സസ് സ്റ്റോറി ലക്ഷ്യമിടുന്നത്. അങ്ങനെ ആകുമ്പോൾ താങ്കളെ കുറിച്ച് ആദ്യം അറിയേണ്ടത് താങ്കളുടെ ജനനമാണ്. എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് പയ്യന്നൂര് കണ്ടങ്കാളി എന്ന് പറഞ്ഞ ഒരു ദേശത്താണ്. മാതാപിതാക്കൾ? അച്ഛൻ എന്നെ പോലെ ആദ്യം തന്നെ മിലിറ്ററി സർവീസിൽ ജോലി ചെയ്ത അച്ഛൻ്റെ പേര് ഗോവിന്ദൻ, EV ഗോവിന്ദൻ. അമ്മയുടെ പേര് ജാനകി. അച്ഛൻ മിലിറ്ററി സർവീസ് ആയിരുന്നു. അച്ഛനും ഇതേപോലെ 28 വർഷം മിലിറ്ററി സർവീസിൽ കഴിഞ്ഞ് സുബേദാറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അമ്മ ഹൗസ് വൈഫായിരുന്നു. കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ 7 മക്കളാണ്. 7 മക്കൾ. നമ്മൾക്ക് അന്ന് നെൽകൃഷിയാണ് പ്രധാനമായിട്ടുള്ളത്. നെൽകൃഷി തന്നെ. കാരണം കുറച്ച് കണ്ടവും കാര്യങ്ങളൊക്കെ. കൃഷിയിൽ തൊഴിലാളികൾ ഉണ്ട്. അതിൽ കവിഞ്ഞ് എൻ്റെ അമ്മയുടെ അമ്മയാണ് ഇതിന് ഒരു നേതൃത്വത്തിൽ മുന്നിലുണ്ടായിരുന്നത്. അമ്മയുടെ അമ്മ കല്യാണി അമ്മ. ഈ അമ്മയും അമ്മമ്മയും ഒക്കെ കർഷകരായിരുന്നു. അമ്മ അധികം ഇതിൽ ഇൻവോൾവ് അല്ല. കാരണം അമ്മ കുറച്ചു കാലം അച്ഛൻ്റെ കൂടെയൊക്കെ എവിടെയൊക്കെ അച്ഛൻ സർവീസ് ചെയ്ത് അവിടെയൊക്കെ പോവുകയും അവരുടെ കൂടെ താമസിക്കും. നമ്മൾ ഒരു SLCക്ക് മുമ്പ് ഒരു 7ാം ക്ലാസ് മുതൽ ഈ കൃഷിയിൽ എൻ്റെ അമ്മയുടെ അമ്മേനെ സഹായിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് വന്നു. നെൽകൃഷി പൂർണ്ണമായും. നിങ്ങൾ 7 മക്കൾ എത്രാമത്തെ ആളാണ്? ഞാൻ മൂത്തതാണ്. എനിക്ക് താഴെ ഞങ്ങൾ 4 ആണും 3 പെണ്ണുമാണ്. അപ്പോൾ ഞാനാണ് ഏറ്റവും മൂത്തത്. എൻ്റെ നേരെ താഴെയുള്ളത് എൻ്റെ അനുജൻ. അവൻ ആദ്യം നേവിയിലായിരുന്നു. നേവിയിൽ നിന്ന് പുറത്ത് വന്ന ശേഷം അവൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് അവൻ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഒരു ജൂനിയർ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തിട്ട് ആ കമ്പനിയുടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഈ പ്രത്യേകിച്ച് ഫിലിപ്പൈൻസ്, സിലോൺ, ബർമ്മ, ഇന്ത്യ, അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളുടെ കൺസോർഷ്യത്തിൻ്റെ CEO ആയിട്ട് റിട്ടയറായി ഇപ്പോൾ ഒരു 4-5 വർഷമായി റിട്ടയറായിട്ട്. എല്ലാവരും അല്ല. അതിന് നേരെ താഴെ ഞാൻ ഗൾഫിലായിരുന്നു. പിന്നെ വേറെ അതിനുശേഷം എൻ്റെ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ ഇപ്പം വ്യാപാരമാണ്, കന്നഡ വ്യാപാരമാണ് പയ്യന്നൂർ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വേറൊരു അനുജത്തി നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ അതിൽ എല്ലാവരും സെറ്റിൽഡ് ആണ്. ചോദ്യം, നിങ്ങളുടെ ഓർമ്മയിൽ ഈ അമ്മയുടെ അമ്മ കർഷകയായിരുന്നു, നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. ആ ഓർമ്മ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ? എന്റെ തലമുറയ്ക്ക് കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ കണ്ട വല്യമ്മ, നിങ്ങൾ കണ്ട അമ്മ, നിങ്ങളുടെ കൃഷി എങ്ങനെയാണ്? അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ വളരെ എന്താ പറയുക, പശുവും നെൽകൃഷിയും കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഒന്ന് ആദ്യം അതാണ്. നിങ്ങൾ 7 മക്കള്, അമ്മയുടെ അമ്മ, എൻ്റെ അച്ഛൻ. പക്ഷെ ജോലി സ്ഥലത്തായിരിക്കും. ഈ പറയുന്ന ഈ നെൽവയലുകളൊക്കെ നോക്കി കൃഷി ചെയ്ത് പണിക്കാരെ കൊണ്ട് പാടത്ത് പണിയെടുപ്പിച്ച് ആ ഓർമ്മകളിൽ എൻ്റെ സഞ്ചാരം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അമ്മയുടെ അമ്മ കൃഷി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടാണ് പോവുക. പക്ഷെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ജനറലി ദോശയോ ഇഡ്ഡലിയോ അതേ ഉണ്ടാവുക ജനറലി. അത് എടുത്ത് കൃഷി സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും അവർക്ക് സമയമാകുമ്പോൾ. അതേപോലെ തന്നെ കറ്റ നമ്മൾ അവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടി നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന്. 7 മക്കളും അതിനകത്ത് പങ്കെടുക്കും? എല്ലാവരും ഇല്ല. ഞാനും എൻ്റെ നേരെ താഴെ അനുജനും ഒരു അനിയത്തി, ഞങ്ങൾ 3 പേരും. വയലിൽ നിന്നും കറ്റ ചുമന്ന് വീട്ടിലെത്തിച്ച രാമചന്ദ്രനാണ് ലയൺസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ പദവിയിലെത്തുന്നത്. തീർച്ചയായിട്ടും. അതിനെ നല്ല രസത്തോടുകൂടി ഇന്നും ഞാനത് എൻ്റെ മനസ്സിൽ ഇന്നും അതുണ്ട്. ഈ വയലിൽ തവളകളൊക്കെ ഉണ്ട്. കുട്ടികൾ തവളകൾ കാണും? ഇല്ല, കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ വയലിൽ തവള ഉണ്ടാവും, പാമ്പ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആ ശബ്ദ കോലാഹലങ്ങളെയൊക്കെ ഇപ്പം രാത്രി സന്ധ്യ ആകുന്ന സമയത്ത് ചിലപ്പോൾ വയലിലുണ്ടാവും. പണി കഴിഞ്ഞ് കയറുന്നു, അതിരാവിലെ വയലിൽ പോകുന്നു, വിത്തിടുന്നു. ഈ രംഗങ്ങളെയൊക്കെ രാമചന്ദ്രൻ
അനുഭവിച്ചതിന്റെ ഒരു സ്വാദ് എന്താ? തീർച്ചയായും വളരെ സന്തോഷമായിരുന്നു ആ കാലഘട്ടം. എന്തൊക്കെയായിരുന്നു ആ ശബ്ദങ്ങൾ ഓർമ്മയിൽ തന്നെ നിൽക്കുന്ന? ഒന്ന് രാവിലെ എഴുന്നേറ്റിൽ നമ്മൾ ഈ പറയുന്ന തവള കരച്ചിലാണ്. അതേപോലെ തന്നെ ഈ വൈകുന്നേരം ആകുമ്പോഴേക്ക് കുറുക്കൻ്റെ കരച്ചിലും ഉണ്ടാവും. നമ്മൾ ആ സമയത്ത് കുറുക്കനൊക്കെ ആ ഏരിയയിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ 4 മണിക്കൊന്നും എഴുന്നേക്കില്ല. നമ്മളെ അമ്മയുടെ അമ്മ ഓരോ കാര്യങ്ങളെല്ലാം ഇതായ ശേഷം നമ്മളെ വിളിക്കും. നിങ്ങൾ എത്ര മണിക്ക് ഏകദേശം ഒരു 7 മണിയില്ല, 6:30 7 മണിയൊക്കെ ആവും നമ്മളൊക്കെ എഴുന്നേക്കാൻ. 7 മണിക്ക് എഴുന്നേറ്റാൽ ആദ്യത്തെ പണി നമ്മൾ പ്രാഥമിക കർമ്മങ്ങൾക്ക് ശേഷം അമ്മയുടെ അമ്മ ചില കാര്യങ്ങൾ പറയാം, അത് മോനെ അത് ചെയ്യും ഇത് ചെയ്യും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ നിൽക്കും. പിന്നെ ഈ കൃഷി നമ്മൾ മൂരുക എന്ന് പറയാം. മൂരുക കെട്ടാനും കാര്യങ്ങളും കൊയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ മൂരുക എന്ന് പറയാം. അപ്പോൾ ആ മൂരുന്ന സമയത്ത് നമ്മൾ എല്ലാ അർത്ഥത്തിലും അവരുടെ കൂടെ രാവിലെയും വൈകുന്നേരം മെതിക്കാനും മൂരുന്നതിന് അധികം ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല. മെതിച്ചിട്ടുണ്ട്, തലച്ചുമടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നെൽകൃഷിക്ക് ശേഷമുള്ള ഇടവേള കൃഷികൾ ഉണ്ടായിരുന്നു. ഇടവേള നമ്മള് പച്ചക്കറി കൃഷി നടും. വെള്ളരിക്ക, മത്തൻ, കുമ്പളം, പയറ്, കൈപ്പക്ക, ഇതൊക്കെ നമ്മൾ നടുവായിരുന്നു. അതിനൊക്കെ അന്ന് നമ്മൾ ഈ ഇതിൽ കുഴി കുഴിക്കും, കൂവൽ എന്ന് പറയും, ചെറിയ കുളം പോലെ. അപ്പോൾ അതിൽ ഇങ്ങനെ പടിപടിയാക്കി എല്ലാം ആക്കി അത് ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കുക. വെള്ളം കോരി നനയ്ക്കുക. അതിരാവിലെ പോയിട്ട് നമ്മൾ കരിമണൽ ഇതിൻ്റെ മുകളിൽ വിതറും. കരിമണൽ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും തീ ഇട്ടിട്ട് ആ തീയിൻ്റെ അടിയിൽ കിടക്കുന്ന മണ്ണ്, അത് നല്ല കരിഞ്ഞ മണ്ണായിരിക്കും, അത് വാരിയെടുത്ത് അത് ഇതിൻ്റെ ചെടിയുടെ മുകളിൽ അതെന്തിനാ വെച്ചാൽ ഞങ്ങൾ പ്രാണിയുടെ ആക്രമണം ഇല്ലാതിരിക്കാൻ. അന്ന് നമ്മൾ അങ്ങനെ അധികം ഈ കെമിക്കലൊന്നും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഈ കരിമണൽ പാറ്റിയാണ് രാവിലെ പ്രത്യേകിച്ച് മഞ്ഞ് ഉള്ള സമയത്ത് കരിമണൽ പാറ്റിയാൽ അത് അവിടെ തന്നെ കിടക്കും, പ്രാണികൾ ആക്രമണം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ വെള്ളമൊഴിക്കാനും വൈകുന്നേരം ഇത് ചെയ്യാനും പിന്നെ അവസാന കൃഷി വിളവെടുപ്പും എല്ലാം നമ്മൾ ഇൻവോൾവ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ്. അതേപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ വൈഫ് പോലും ആ ഒരു ഇതിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് വന്നു. ഇപ്പൊ ഇല്ല, വയലുണ്ട് പക്ഷെ കൃഷിയില്ല. ഇനി നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നിങ്ങൾ ഈ പറഞ്ഞല്ലോ, സ്കൂളാണോ അംഗൻവാടിയാണോ അതെയോ ഗുരുകുലാണോ, എന്താണ് ആ കാലത്ത്? സാധാരണ സ്കൂള് നമ്മള് ഒന്നുമില്ല, നേരിട്ട് 1-ാം ക്ലാസ്സിൽ ഞങ്ങൾ കണ്ടങ്ങാലി UP സ്കൂളാണ്. ഇന്നത് 1-ാം ക്ലാസ്സിൽ ആദ്യമായി. ഇന്ന് 1-ാം ക്ലാസ്സിൽ പോവുക എന്നുള്ളത് പ്ലേ സ്കൂളും അത് കഴിഞ്ഞ് അംഗൻവാടിയേക്കാൾ കുറച്ചുകൂടി നിലവാരത്തിൽ വന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ ചേർന്നതിന്റെ ഓർമ്മ എന്താണ്? 1-ാം ക്ലാസ് ചേർന്നതിന്റെ വലിയൊരു ഓർമ്മയൊന്നും എനിക്കില്ല. പക്ഷേ എന്നാലും ഒരു 2-3 ആകുമ്പോൾ നമ്മൾ സ്കൂളിൽ പോയതും നമ്മൾ പിന്നെ ആദ്യം തുടക്കത്തിൽ അമ്മയൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ട് കൊണ്ടുപോവുക ചെയ്യും. പിന്നെ നമ്മൾ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുളത്ത് പോയി കുളിച്ചിട്ട് നമ്മൾ തന്നെ തയ്യാറായിട്ട് അങ്ങ് പോകും. എല്ലാം ചെയ്തിട്ട് നമ്മളങ്ങനെ പോകും. യൂണിഫോം ഒന്നുമില്ല. ഒരു സ്ലേറ്റ് ഉണ്ടാവും അന്ന്, ഇനീഷ്യലി സ്ലേറ്റ് ഉണ്ടാവും. അന്ന് ഇങ്ങനെ വലിയ പുസ്തകങ്ങളൊന്നുമില്ല 4-ാം ക്ലാസ് വരെ. സ്ലേറ്റ്, പെൻസില്, പിന്നെ ചെറിയ ചോക്ക്, അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോകുന്നത് LP UP അതേ സ്കൂളിലായിരുന്നു. 7-ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ 7-ാം ക്ലാസ്സിൽ പയ്യന്നൂർ ഹൈസ്കൂളിലേക്ക് 10 അവിടെ അന്ന് 10-ാം ക്ലാസ് വരെ ഉള്ളൂ. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, 11, 12 പ്രീ ഡിഗ്രി. 10-ാം ക്ലാസ് വരെ. രാമേന്ദ്രൻ, ഈ UPയിലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള താങ്കളുടെ ഒരു അനുഭവങ്ങൾ എന്താ? ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ കാലമല്ലാന്ന് പ്രാരാബ്ദങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള സഹപാഠികൾ, വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങി ആ കാലഘട്ടത്തിലെ താങ്കളുടെ ചിന്തകളും പറ്റിയാണ്, ഓർമ്മകൾ നമ്മൾ പറയുമ്പോൾ ഒന്ന് അന്ന് നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് സ്കൂളിൽ പോയ ചരിത്രമില്ല. എല്ലാം നമ്മൾ നടന്നുകൊണ്ടാണ്, കാൽനടയാണ്. ഈവൻ നമ്മൾ തുടക്കത്തിൽ LP UPയിൽ പോയതും അതേപോലെ അതിനുശേഷം പയ്യന്നൂർ ഹൈസ്കൂളിൽ പോയതെല്ലാം നടന്നിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് പയ്യന്നൂർ ഹൈസ്കൂളിൽ പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അത് നമ്മൾ സമയം കണ്ടെത്തി അതിന് എത്ര മുമ്പ് കറക്റ്റ് 10 മണി ക്ലാസ് തുടങ്ങുന്നുണ്ടെങ്കിൽ 9:50 നമ്മൾ അവിടെ എത്തും. ഈ സ്കൂളിലെ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. ഭയങ്കര എന്താ പറയുക, നമ്മളെ പയ്യന്നൂർ സ്കൂൾ, പ്രത്യേകിച്ച് പയ്യന്നൂർ സ്കൂളും UP സ്കൂളും പഠിപ്പിച്ച അധ്യാപകർ ജീവിച്ചിട്ടുള്ള ഇന്നും നമ്മളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്നത് അധ്യാപകർ. എൻ്റെ കണ്ടങ്ങാളി സ്കൂളിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക എന്ന് പറയാം, എനിക്കൊരു കല്യാണി ടീച്ചർ ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിനടുത്ത് തന്നെ. അവരിപ്പോഴില്ല, മരിച്ചുപോയി. പക്ഷേ പിന്നെ പ്രിയപ്പെട്ട വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ഒന്ന്
ഞാൻ മോശമില്ലാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ക്ലാസ് ലീഡർ, അതേപോലെ തന്നെ ക്ലാസ്സിലെ കാര്യങ്ങളുടെ കൈകാര്യം ചെയ്യാനും അടിച്ചു വാരാൻ പിന്നെ വൃത്തിയാക്കാൻ അതൊക്കെ മേൽനോട്ടം വഹിച്ച ഞാനായിരുന്നു ആ കാലഘട്ടത്തിൽ സ്കൂളിലൊക്കെ ഉള്ള സമയത്ത്. അതേപോലെ തന്നെ അവർ നമ്മളെ കുടുംബം എല്ലാ കുടുംബ ചരിത്രം അറിയുന്ന ടീച്ചറാണ്. നമ്മളെ ഓരോ കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ മനസ്സിലാക്കും, എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മൾ പെരുമാറും. അഥവാ എന്തെങ്കിലും അനവസരമായ ഒരു 2 മിനിറ്റ് ലേറ്റ് ആയാലും അവർക്ക് അറിയാം പ്രത്യേകം കാരണം കൊണ്ടായിരിക്കും ലേറ്റ് ആയിട്ടുണ്ടാവുക. അങ്ങനെ അതിനൊരു പ്രത്യേക ശകാരോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് അറിഞ്ഞതുകൊണ്ട് ജനറലി ലേറ്റ് ആവില്ല, നമ്മൾ സമയത്ത് തന്നെ എത്തും. അന്നേ ഉണ്ട്. ഒന്നത്. രണ്ടാമത് നമ്മൾ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മ എന്നെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തിയ അമ്മയുടെ അമ്മയിൽ നിങ്ങൾ കണ്ടെത്തിയ മാതൃകകൾ എന്തൊക്കെയാണ്? അമ്മയുടെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സ്നേഹിക്കാനേ അറിയൂ. നമ്മൾ പല കുട്ടികളാകുമ്പോൾ പല വികൃതികൾ കാണിക്കും. പക്ഷേ എന്നെ ഇതുവരെ അങ്ങനെ ഒരു അടിച്ചിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് പൂർണ്ണമായും അനുസരിക്കലുണ്ടെന്ന്. കാരണം അത്രയും നമ്മളെ വേണ്ടുന്ന കാര്യം മാത്രമേ പറയൂ, വേണ്ടാത്തൊന്നും പറയില്ല. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അച്ഛൻ്റെ വരവ് എപ്പോഴൊക്കെയായിരുന്നു? അച്ഛൻ്റെ ഒരു കൊല്ലത്തിൽ 2 മാസം ഉണ്ടാകും വീട്ടിൽ. അച്ഛൻ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയാണ് സത്യം പറഞ്ഞത്. കാരണം വെച്ചാൽ അച്ഛൻ ഭയങ്കര ഡിസിപ്ലിൻഡാണ്. അതെ, ഭയങ്കര ഡിസിപ്ലിനാണ്. നമ്മൾ സമയത്ത് തന്നെ ടൈമിൽ വരണം, ടൈമിന് പോകണം, പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ അനുസരിച്ചിട്ട് അടിക്കും. യൂണിഫോമിലാണോ അച്ഛൻ വന്നിരുന്നത്? അല്ല, യൂണിഫോമിലൊന്നല്ല സാധാരണ. പക്ഷെ അന്ന് നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അന്ന് വാഹനങ്ങളൊന്നുമില്ല വീട്ടിൽ വരാൻ. അപ്പോൾ നമ്മൾ ക്രോസ് ഒരു 2 കിലോമീറ്റർ അത്യാവശ്യം പോകാറുണ്ട്. കാൽനടയായിട്ട് നടന്നിട്ട്. അപ്പോൾ ചെറിയൊരു ബാഗ് നമ്മൾ പിടിക്കും, ഒരു കൂലീനെ വിളിക്കും, തലയിൽ കാളച്ചുണ്ടായിട്ട് എടുത്തിട്ട്. അച്ഛൻ ഹാർഡാണ് എന്ന് തോന്നുമ്പോഴും അച്ഛൻ നൽകിയ മാതൃക എന്താണ്? അച്ഛൻ നൽകിയ മാതൃക ഒന്ന് തന്നെ, നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതിൽ വളരെയധികം അച്ചടക്ക ബോധമുള്ള ഒരു പൗരനായി മാറണം എന്നുള്ളത് തന്നെ. സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസിലുണ്ടായിരുന്നു? സ്കൂളിൽ ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു. സ്പോർട്സ് പ്രത്യേകിച്ച് ബാസ്ക്കറ്റ് ബോൾ എൻ്റെ ഒരു നല്ല ഫീൽഡായിരുന്നു. പക്ഷേ ബാസ്ക്കറ്റ് ബോൾ അന്ന് ഇത്ര പ്രചാരത്തിലില്ല. പയ്യന്നൂർ ഹൈസ്കൂളിൽ ബാസ്ക്കറ്റ് ബോൾ കളിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു, ഒരു ഡ്രിൽ ടീച്ചർ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ 5-8 ആൾ, 10 ആൾ വേണം 5-5 ഹാഫ് ടീമാക്കാൻ. ഒരു 10-12 ആളുണ്ട്. എപ്പോഴും ഒരു കളിക്കാനുള്ള സംവിധാനം ഈ ലീഷർ ടൈം പ്രത്യേകിച്ച് ഇന്ന് ഡ്രിൽ പീരീഡ് ഉണ്ട്. ഇപ്പം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് കളിക്കും. പൊളിറ്റിക്സ് അധികം ഉണ്ട്. കലാരംഗത്ത് ഉണ്ടായിന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഈ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചവർ ഇന്ന് ബന്ധം പുലർത്തുന്ന സൗഹൃദങ്ങൾ ഒരുപടിയുണ്ട്, കൂട്ടായ്മയുണ്ട്. ഈ 10ാം ക്ലാസ് വരെ പഠനത്തിൽ ഏറ്റവും ആഹ്ലാദം നൽകിയ നിമിഷങ്ങൾ ഓർമ്മയുണ്ട്? ആഹ്ലാദം നൽകുന്ന നിമിഷം നമ്മളെ SSLC റിസൾട്ട് വന്നത്. കാരണം അന്ന് SSLC പാസ്സാകുക ഭയങ്കര വലിയൊരു ഭയങ്കര കടമ്പയാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ 42 കുട്ടികളായിട്ടുണ്ടായിരുന്നു. മിക്സ്ഡ് ആയിരുന്ന ക്ലാസ്. 10 പെൺകുട്ടികളും 32 ആൺകുട്ടികളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ക്ലാസ്സിൽ ആ വർഷം പാസ്സായത് 8-9 ആൾക്കാർ മാത്രമാണ്. അത് 42 പേര്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഠനമാണ്. അന്ന് നമ്മളെ പഠിപ്പിച്ച മാഷന്മാർ ഇന്ന് നമ്മൾക്ക് ഓർമ്മയിലുണ്ട്. പിന്നെ സയൻസിൽ കരുണാകരൻ മാഷ്, പിന്നെ അതേപോലെ സോഷ്യൽ സ്റ്റഡിയിൽ ചെണ്ടൻ മാഷ്, അതേപോലെ കണക്കിൽ നാരായണൻ മാഷ്, അങ്ങനെ എല്ലാവരും നമ്മൾ മനസ്സിലുള്ള മാഷന്മാർ നമ്മളെ മറക്കുന്നില്ല. ഇന്നും നമ്മളെ അതിൽ 1-2 മാഷന്മാരുണ്ട് കണ്ടാൽ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പോലും അവർ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം നൽകുന്നു. ഞങ്ങൾ ഈ ജയിച്ച ഒരു 3-4 ആളുണ്ട്. ഒരു അരുണൻ, ഒരു ചന്ദ്രൻ, ഞാൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ട് ജയിച്ചതിൽ. അതെ, ഈ അരുണനും ചന്ദ്രനും 2 പേരും മർച്ചൻ്റ് നേവിയിലായിരുന്നു. അവരെ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്തു. ഞാൻ ഡിഗ്രിക്ക് മുമ്പേ തന്നെ ആർമിയിലേക്ക് പോയി. അപ്പൊ ഈ ജയിച്ച ബാക്കി കുട്ടികളെല്ലാം തോറ്റുപോയി. ബാക്കി സന്തോഷം തോന്നിയ ഏറ്റവും സങ്കടം തോന്നിയ ഒരു അനുഭവം ഈ ബാല്യകാലത്തില്, ഇപ്പം സ്കൂൾ കാലമായാലും ബാല്യകാലമായാലും ആ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും എത്ര വലുതായി അങ്ങനെ മനസ്സിൽ നിങ്ങളോട് ഓർക്കുന്നത്. ഇന്നും ഓർക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മളൊരു വളരെ അടുത്ത കൂട്ടുകാർ നമ്മളെ വീട്ടിനടുത്ത്, പക്ഷെ നമ്മൾ ഒരേ ക്ലാസ്സിലായിരുന്നില്ല, നമ്മൾ സമകാലീകരാന്ന് മാത്രം. കൃഷ്ണൻ എന്നാ പറയും, പൂങ്ങോടൻ കൃഷ്ണൻ. വളരെ നല്ല വിദ്യാർത്ഥിയായിരുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പയ്യന്നൂർ അമ്പലത്തിൽ കുളിക്കാനും ഒക്കെ ഞങ്ങൾ രാവിലെ ഒരുമിച്ച് പോകുന്ന ആൾക്കാർ. അദ്ദേഹത്തിന് എന്തോ ചെറിയ രീതിയിൽ രോഗം വന്നത് മൂർച്ഛിച്ച്. അന്ന് ഡോക്ടേഴ്സൊക്കെ വളരെ കുറവാണ്.
പയ്യന്നൂർ ഭാസ്കരൻ ഡോക്ടർ, കരുണാകരൻ ഡോക്ടർ, രണ്ട് ഡോക്ടേഴ്സേ ഉള്ളൂ. അവർ ഹൗസ് വിസിറ്റ്, പിന്നെ എമർജൻസി മാത്രമേ ഹൗസ് വിസിറ്റ് വരുള്ളൂ. അപ്പോൾ ഈ കൃഷ്ണനെ കാണാൻ ഈ ഭാസ്കരൻ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വരും. അത് ഇപ്പോൾ അത് മനസ്സിലായത് ക്യാൻസർ രൂപത്തിലൊരു അസുഖമായിരുന്നു ഉള്ളത്. അപ്പോൾ അദ്ദേഹം പിന്നെ മരിച്ച സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം. എനിക്ക് നമ്മൾ 9ാം ക്ലാസ്സിൽ അവർ പഠിക്കുമ്പോഴാണ് ആ സംഭവം ഉള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മരണം വളരെ വളരെ ഇന്നും അദ്ദേഹത്തിൻ്റെ ഇളയമ്മയുടെ മകൻ മിനിയാന്ന് മരിച്ചു. നിങ്ങൾക്ക് അറിയാൻ എനിക്കറിയില്ല. നമ്മളെ കണ്ണൂർ SP ഓഫീസ് മാനേജർ നാരായണൻ മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇവൻ്റെ കൃഷ്ണൻ്റെ വലിയമ്മയുടെ മകനാണ് നാരായണൻ. അപ്പോൾ വേദന ഉണ്ടാക്കിയത് പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നിങ്ങളൊപ്പം കളിക്കാരെല്ലാവരും നമ്മൾ കൂടെ ഉണ്ടാവും. അത് എപ്പോഴും മനസ്സിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു വേദനയാണ് മനസ്സിൽ ഏറ്റവും നല്ല സന്തോഷം നൽകിയത് 10ാം ക്ലാസ്സിലെ വിജയമാണ്. കുരുത്തോട് നമ്മളെല്ലാ കുരുത്തുകേടുകളൊക്കെ ഉണ്ടായി. പിന്നെ അടുത്ത പറമ്പിൽ പോയിട്ട് അണ്ടി പറിക്കുക, കശുവണ്ടി. അതെന്തിനാ പറിക്കുന്ന വെച്ചാൽ സിനിമ കാണാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിൽ പറിച്ചുകൊണ്ട് വെക്കും. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ട് അമ്മയുടെ അമ്മ. അപ്പം ചെറുങ്ങനെ 1-2 കോഴി മുട്ടയൊക്കെ വന്ന് അതുകൊണ്ട് വെക്കും. ചെറുപ്പത്തില് അണ്ടി മോഷ്ടിച്ചിട്ടുണ്ട്, മുട്ട മോഷ്ടിച്ചിട്ടുണ്ട്. അതെ. അപ്പം അത് നമ്മൾ ഇതേപോലെ സിനിമ കാണാൻ സിനിമ എനിക്ക് ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. SP പിള്ളയുടെ പഴയ വലിയ പ്രശ്നമില്ല. അത് നമ്മൾ ഈ മോർണിംഗ് ഷോ നോക്കിയിട്ടാ പോവാ, അറിയിക്കില്ല. ക്ലാസ് അങ്ങനെ കട്ടിയില്ല. ഈ സൺഡേ ആയിട്ടുള്ള മോർണിംഗ് ഷോ ഉണ്ട്. വിശ്വാസിയായിരുന്നു. അമ്പലങ്ങളിലൊക്കെ പോകും. എന്താണ് ചെറുപ്പത്തിലൊക്കെ ഈശ്വരനെ കുറിച്ചുള്ള ഒരു ചിന്ത എങ്ങനെയായിരുന്നു? ഈശ്വര ചിന്ത എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സുകാരൻ വരെ എത്തുന്നത് വരെ ദൈവം, ഈശ്വരൻ, അങ്ങനെ പല പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കും. എല്ലാം അങ്ങനെ അതിന്റെ എല്ലാം ഇൻസ്പിറേഷൻ അമ്മയുടെ അമ്മ തന്നെയാണ്. നമ്മള് അമ്പലത്തിൽ പോകാനും അമ്മയുടെ അമ്മ ദൈവത്തെ കുറിച്ച് എന്താ പറഞ്ഞു തരാറ്? നല്ല കാര്യങ്ങൾ ചെയ്യണം, മോശം കാര്യം ചെയ്യുന്നത് ദൈവം കാണും, നിങ്ങൾക്ക് മോശം സംഭവം ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ നല്ല ചെയ്താലേ നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്ലാസ് അമ്മയുടെ അമ്മയുന്നുണ്ട്. എപ്പോഴെങ്കിലും മോശം കാര്യം ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് ശിക്ഷ കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ട്? ഞാൻ ഇന്നതുപോലെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, ദൈവം തന്ന ശിക്ഷയാണെന്ന് ചെറുപ്പത്തിലെ കാര്യമാണ്. വലുതാവുമ്പോൾ നമുക്ക് കുറെ കൂടി യാഥാർത്ഥ്യബോധം കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറ എത്രമാത്രം അത് കാണുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ പ്രത്യേക എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാനസികമായി ചെറിയൊരു വിഷമം ഉണ്ടാവാറുണ്ട്. അതേപോലെ കശുവണ്ടി പെറുക്കിയിട്ട് എടുത്തിട്ട് സിനിമക്ക് പോകുമ്പോഴും ചെറിയൊരു ഗിൽറ്റ് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ SSLC കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ്? SSLC കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ ലീവ് സമയത്ത് അച്ഛൻ്റെ കൂടെ പോയി താമസിച്ചു. എവിടെയൊക്കെ താമസിച്ചത്? അച്ഛൻ്റെ കൂടെ ഞാൻ ഹൈദരാബാദിലുണ്ടായിരുന്നു, പിന്നെ റാഞ്ചിയിലുണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് അച്ഛൻ മംഗലാപുരം NCCയിലുണ്ടായിരുന്നു, പയ്യന്നൂർ NCCയിലുണ്ടായിരുന്നു. വല്യമ്മ എന്ന സ്നേഹനിധിയായ വല്യമ്മയും അമ്മയും അവിടെ നിന്ന് നേരെ ഇപ്പൊ അമ്മ അച്ഛൻ്റെ കൂടെയുള്ള സമയത്ത് നിങ്ങൾ ആ സമയത്താണ് ഒരുമിച്ച് പോയി നിൽക്കുക? ഈ വെക്കേഷനിൽ പോകുള്ളൂ. ആ സമയത്ത് അച്ഛനോടൊപ്പമുള്ള ദിവസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛനോടൊപ്പമുള്ള ദിവസങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അച്ഛൻ ഹൈദരാബാദിൽ കിട്ടുമ്പോൾ അച്ഛൻ അവിടെ കുറച്ച് സീനിയർ റാങ്കിലായതുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു ആൾക്കാരത്ത് പോകാനും പിന്നെ നല്ല ഭക്ഷണം വാങ്ങിച്ചു തരാനും അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഡ്രസ്സൊക്കെ ഡ്രസ് മെറ്റീരിയൽ വാങ്ങിക്കാനൊക്കെ നമുക്ക് ഹൈദരാബാദിൽ കൂട്ടിക്കൊണ്ട് നമുക്ക് അത് സന്തോഷമാണ്. അങ്ങനെ ഒരു നന്നായി അതെ അതെ അതെ. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠനത്തിലേക്ക് കിടക്കുകയാണ്. അതെ. എവിടെയാണ് പ്രീ ഡിഗ്രി? പയ്യന്നൂർ കോളേജിൽ. പയ്യന്നൂർ കോളേജ്. രാമേന്ദ്രൻ പ്രീ ഡിഗ്രിക്ക് പയ്യന്നൂർ കോളേജ് ചേർന്നു. പ്രീ ഡിഗ്രി പയ്യന്നൂർ കോളേജ് ചേർന്നു. സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. സെക്കൻഡ് എന്തെങ്കിലും ഇതേവരെ ഡോക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ് സ്റ്റഡീസ് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എടുത്തത്. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. സെക്കൻഡ് ഗ്രൂപ്പ് പയ്യന്നൂർ കോളേജ് സെക്കൻഡ് ബാച്ച് ആയിരുന്നു 1969. അന്ന് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പയ്യന്നൂർ ഡോക്ടർ ശ്രീകുമാറിൻ്റെ ഏട്ടൻ ഒരു ഗോപി ഉണ്ടായിരുന്നു, അത് നമ്മളടുത്ത സുഹൃത്ത്. അതേപോലെ എൻ്റെ കസിൻ ഒരു ദാമോദരൻ എൻ്റെ നേരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് ഞാൻ ഈ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്രന്റീസ് ട്രെയിനിങ് സ്കൂളിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അത് എൻ്റെ അച്ഛൻ്റെ ഒരു ഉപദേശപ്രകാരം ചെയ്തതാണ്. കാരണം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇപ്പോൾ ഡിഗ്രി പഠിച്ചു അങ്ങനെ പോയതുകൊണ്ട് വലിയ പ്രത്യേക കാര്യമൊന്നുമില്ല, എന്തെങ്കിലും നമ്മൾക്ക് പിന്നെ പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ളതും അതേപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കും ഭാവിയിൽ നല്ലത് എന്നുള്ള ഒരു നിർദ്ദേശം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആ എക്സാം എഴുതിയത്. എക്സാം ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് പോയി എഴുതിയത്. ബാംഗ്ലൂർ റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ അണ്ടറിലുള്ള ഒരു എക്സാമിനേഷൻ സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതിയിട്ട് വന്നിട്ട് വീണ്ടും ഞാൻ കോളേജിൽ കണ്ടിന്യൂ ചെയ്തു.
ഒരു ആ, ഒരു മാസത്തോളം കഴിയുമ്പോൾ റിസൾട്ട് വന്നു അതിൻ്റെ. റിസൾട്ട് വരുമ്പോൾ ഞാൻ നല്ല മാർക്കോടെ ഏത് കോഴ്സിനാണ് കിട്ടിയത്? അപ്പർനെറ്റ് സ്കൂളിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എവിടെയാണത്? ഭോപ്പാലിൽ. ഭോപ്പാൽ. അപ്പൊ പയ്യന്നൂർ കണ്ടങ്കാളിയിൽ നിന്ന് ഭോപ്പാലിലേക്ക് പോവുകയാണ്. അതെ. അപ്പൊ പ്രീ ഡിഗ്രി പകുതി എത്ര വർഷം പഠിച്ചു? ഏകദേശം ഒരു 10 മാസം 10 മാസം പഠിച്ചു, നിർത്തി. അപ്പൊ സങ്കടം ഉണ്ടായിട്ടില്ലേ പ്രീ ഡിഗ്രി നിർത്തുന്നത്? സങ്കടം എനിക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടായില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും ഭോപ്പാലിലേക്ക് പോവാം, ഒന്ന് നല്ല ഒരു എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് മാറാം എന്നുള്ളത് കൊണ്ട് വലിയ വലിയ സങ്കടം ഉണ്ടായി. അത് ഏത് ഇയറിലാണത്? അത് 1916. അതെ, 1969. 69 എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞ 55 വർഷം മുമ്പ്. അതെ, 1969 സെപ്റ്റംബർ 29. ഈ അരനൂറ്റാണ്ട് മുമ്പ് പയ്യന്നൂർ കണ്ടങ്കാളിയിൽ നിന്ന് ഭോപ്പാലിലേക്കുള്ള ആ പറിച്ചു നടന്ന യാത്ര എങ്ങനെയായിരുന്നു? യാത്ര ഒറ്റക്കായിരുന്നോ? ഒറ്റക്കായിരുന്നു. ഭോപ്പാലിലേക്ക് ഭോപ്പാലിൽ. എങ്ങനെയായിരുന്നു യാത്ര? ഞാൻ പിന്നെ പയ്യന്നൂരിൽ നിന്ന് ട്രെയിനിൽ ചെന്നൈ, അന്ന് മദ്രാസ്, അവിടുന്ന് എത്ര ദിവസം കൊടുത്തു? ഇവിടുന്ന് ഒരു ദിവസം മദ്രാസ്. പിന്നെ അന്ന് ഈ റിസർവേഷൻ ഒന്നുമില്ല. നമ്മൾക്ക് ഇങ്ങനെ വരുമ്പോഴേ നമ്മൾക്ക് അവർ ഒരു കത്ത്, നമുക്ക് ലെറ്റർ, നമ്മൾ അപ്പോയിൻമെൻറ്റിന് അവിടെയും പോയിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ലെറ്ററിൽ നമ്മൾ വരേണ്ട റൂട്ടൊക്കെ അവർ അതിൽ മെൻഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. മദ്രാസ് നിങ്ങൾ പിന്നെ ഒരു ട്രെയിനിൻ്റെ പേര് ജനത പോലെയുള്ള ഒരു ട്രെയിനിൽ അവിടെ നിന്നുള്ളത്. അന്ന് ഡയറക്റ്റ് ഇവിടുന്ന് ട്രെയിനില്ല. അപ്പോൾ അവിടെ നിന്ന് ആ ട്രെയിനിൽ കയറി ഞങ്ങൾ ഭോപ്പാലാണ്. പക്ഷേ ഭോപ്പാൽ ഇറങ്ങുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. ഒരു ചോദ്യം, നിങ്ങളൊരു കണ്ടങ്കാളിൽ നിന്ന് പയ്യന്നൂർ മലയാളം മാത്രമേ അറിയൂ? മലയാളം മാത്രമേ അറിയുള്ളൂ. ഇംഗ്ലീഷ് വേണമെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ. ഈ തമിഴ് വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ യാത്രയിൽ അല്ല, യാത്ര ഞങ്ങൾ ഇവിടുന്ന് മദ്രാസിലെത്തി, ഞാനിവിടുന്ന് ഒരാളെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മദ്രാസിലെത്തിയ സമയത്ത് ഇവിടത്തേക്ക് ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകേണ്ട ഒരു 10-40 ആൾക്കാർ അവിടെ നമ്മളവിടെ കണ്ടു. ട്രെയിൻ യാത്രയുടെ ഓർമ്മ എങ്ങനെ? ആദ്യത്തെ ട്രെയിൻ യാത്രയല്ല, ദൂരം ആദ്യമാണ്. അതെ, അന്ന് 16 വയസ്സിലുള്ളൂ. ആദ്യത്തെ യാത്രയല്ലേ? ആദ്യത്തെ ഇത്രയും ദൂരം എത്ര ദിവസം മൊത്തം എടുത്തു? 3.5 ദിവസം എടുത്തു. 3.5 ദിവസം ഈ ട്രെയിനിലെ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അനുഭവം അങ്ങനെ പ്രത്യേകമായിട്ട് എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷേ നമ്മൾ മദ്രാസിലെത്തി അവിടെ നിന്ന് ഈ 10-40 ആൾക്കാരൊക്കെ ബന്ധപ്പെട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അന്നും അവിടെയും റിസർവേഷൻ, പക്ഷേ അവിടെ മിലിറ്ററി കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അന്ന് ആ കാലത്ത്. അപ്പോൾ അതിനകത്ത് കയറി ഭോപ്പാൽ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് റിസീവ് ചെയ്തു. അവിടെ 2 ദിവസം ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ വന്നതിൽ കുറേ ആൾക്കാർ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. ഞങ്ങൾ കുറേ ആൾക്കാർ, അവർ ഏകദേശം ഒരു 70% ആൾക്കാർ വീണ്ടും സെലക്ട് ആയി, ജോയിൻ ചെയ്തു. ആ പോക്കിൽ ഡ്രസ്സ് അവിടുന്ന് അവർക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. നമ്മളിവിടുന്ന് നമ്മളൊരു പാൻറ്റും ഷർട്ടും പിന്നെ ചെറിയ ഒരു ലുങ്കി. ആ കോഴ്സ് 3 വർഷവും 6 മാസവും. ആ കോഴ്സിനോടൊപ്പം തന്നെ ജോലി ഉണ്ടോ? ആ കോഴ്സിനൊപ്പം ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിലിറ്ററി ട്രെയിനിങ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യം പഠിപ്പിക്കും. നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യണം, നമ്മളെങ്ങനെ ഒരു ബെഡ് പ്രിപ്പയർ ചെയ്യണം, നമ്മളെങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോകുമ്പം നമ്മൾ അവിടെ എന്തെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യണം, അതിനൊക്കെ നമ്മൾ ക്ലാസ് നമുക്ക് നമ്മളെ പിന്നിൽ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. പഠനകാലത്തുള്ള ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? അവിടെ മിനിമം ഒരു രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേക്കണം. എഴുന്നേറ്റ് നമ്മൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം നമുക്ക് ഒരു ബെറ്റി എന്ന് പറഞ്ഞുകൂടാ, നമ്മൾ തന്നെ പോയി ചായ എടുത്ത് കഴിച്ച് കുടിക്കണം. ആ സമയത്ത് ചായ കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ 6:30 മണിക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഹാജരാകും. ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ പല രീതിയിലുണ്ട്. വാക്കിംഗ് ഉണ്ട്, റണ്ണിങ് ഉണ്ട്. അങ്ങനെ 10 വർഷം അല്ല, 3 വർഷം ടെക്നിക്കൽ അക്കാഡമിക് കോഴ്സും 6 മാസം ഈ മിലിറ്ററി ട്രെയിനിങ് കോഴ്സും എല്ലാം കൂടെ 3.5 വർഷം ഭോപ്പാലായിരുന്നു. എൻ്റെ ഫസ്റ്റ് പോസ്റ്റിങ് 259 ഫീൽഡ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു EMEയുടെ വർക്ക്ഷോപ്പിലാണ്, ഇലക്ട്രിക്കൽ മെക്കാനിക്, ആർമിയുടെ തന്നെ. സത്യം പറഞ്ഞാൽ പാകിസ്ഥാനിലായിരുന്നു. എന്താ കാരണം വെച്ചാൽ കാരണം വെച്ചാൽ 1972 നമ്മൾ പോസ്റ്റ് ഔട്ട് ആവും. ഈ യുദ്ധത്തിന് ശേഷം നമ്മൾ പാകിസ്ഥാൻ്റെ കുറേ സ്ഥലം പിടിച്ചെടുത്തിരുന്നു. ഏകദേശം 10-26 കിലോമീറ്റർ നമ്മൾ ഇന്ത്യൻ ബോർഡറിൽ നിന്ന് പാകിസ്ഥാനിലേക്കായിരുന്നു. ഞങ്ങൾ വർക്ക്ഷോപ്പ് അവിടെയായിരുന്നു ഇത് ചെയ്തത്, പിടിച്ചെടുത്തു, പിന്നെ കൊടുത്തു. സിംല കരാറോട് കൂടി തിരിച്ചു കൊടുത്തു. പാകിസ്ഥാനിൽ ജോലി ചെയ്ത പശ്ചാത്തലം ഉണ്ട്. അവിടെ എത്ര വർഷം ജോലി ചെയ്തു? അവിടെ ഏകദേശം ഈ തിരിച്ചു കൊടുക്കുന്ന സമയം വരെ ഏകദേശം 10-15 മാസം ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവിടുത്തെ ജോലി? അവിടെ ആ സമയത്ത് ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, വെഹിക്കിളിൻ്റെ വർക്ക്ഷോപ്പ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയുടെ വെഹിക്കിൾ നമ്മൾ റിപ്പയറിങ്ങും കാര്യങ്ങളും അതിന്റെ നല്ലൊരു സർവീസിങ്. വർക്ക്ഷോപ്പ് മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ഞാൻ നല്ലൊരു മെക്കാനിക്കാണ്. നല്ലൊരു ടെക്നീഷ്യൻ ആയിരുന്നു. യെസ്. ആ 11 മാസം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ്? അവിടുന്ന് ഈ വിട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഈ കട്ടുവ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പിടിച്ചെടുത്തതെന്ന് പാകിസ്ഥാൻകാർക്ക് അറിയാലോ. പിന്നെ അപ്പൊ ആ സമയത്തുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇഷ്യൂസ് ഒന്നുമില്ല. ആ സമയത്ത് നമ്മളെ പിടിച്ചെടുത്ത ബൗണ്ടറിയിൽ നമ്മളെ ഇൻഫൻട്രിയും അതേമാതിരി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാം ഉണ്ട് അവിടെ. നിങ്ങളുടെ ബോർഡറിനോട് ചേർന്നാണോ ഉണ്ടായിരുന്നത്? ബോർഡറിൽ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ ബാക്കിലാണ് ഞങ്ങൾ ഫുൾ സെക്യൂരിറ്റി. എപ്പോഴെങ്കിലും ബോംബിങ്ങോ പ്രശ്നങ്ങളോ? ബോംബിങ് ഉണ്ടായിട്ടില്ല. ഏതോ ഈ നമ്മൾ വിട്ടുകൊടുക്കുന്ന കുറച്ച് ദിവസം ചെറിയൊരു ഷെല്ലിങ് ഉണ്ടായിരുന്നു. ഈ ബോർഡർ ഏരിയ. നമ്മളൊന്നും അധികം അത് ഇത് ചെയ്തിട്ട് സൗണ്ട് എല്ലാം കേട്ടു. നമ്മൾക്ക് അവിടെ സിംല കരാറിൽ വിട്ടുകൊടുത്തതിന് ശേഷം പിന്നെ എങ്ങോട്ടാണ്? നമ്മൾ നേരെ ബാക്കിലോട്ട് കട്ടുവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. ഈ പട്ടാൻകോടിനും ജമ്മുവിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഒരു വർഷത്തോളം. അവിടുന്ന് ഈ നമ്മൾ യുദ്ധത്തിൽ പങ്കെടുത്ത ബറ്റാലിയൻ എന്ന നിലയിൽ. ഏത് യുദ്ധത്തിലാണ് നിങ്ങൾ പങ്കെടുത്തത്? ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. നമ്മളെ ബറ്റാലിയൻ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ബറ്റാലിയൻ ആയതുകൊണ്ട് അവർക്ക് ഒരു പീസ് പോസ്റ്റിംഗ് ഉണ്ട്. അതിന് ശേഷം അത് ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദ് സെക്കൻഡറാബാദ്. ഒരു അടുത്തത് പോസ്റ്റിംഗ് അവരുടെ ഫുൾ യൂണിറ്റ് ഇങ്ങോട്ട് മാറി. ഹൈദരാബാദും സെക്കൻഡറാബാദും. ഞാനും സെക്കൻഡറാബാദിലേക്ക് വന്നു. സെക്കൻഡറാബാദിൽ ഏകദേശം 2 വർഷത്തോളം ഉണ്ടായിരുന്നു. 2 വർഷത്തോളം ഉണ്ടാവും. സെക്കൻഡറാബാദ് നേരെ ജമ്മു സ്റ്റേഷൻ വർക്ക്ഷോപ്പിലേക്ക് മാറി. ജമ്മു സ്റ്റേഷൻ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് ജമ്മു സ്റ്റേഷൻ വളരെ സെൻസിറ്റീവ് ഏരിയ. അവിടെ പിന്നെ അവിടുത്തെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ സെൻസിറ്റീവാണ്. ബോർഡറിൻ്റെ അടുത്ത് തന്നെ സെൻസിറ്റീവ് ആണെങ്കിലും വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് നമ്മളെ എറൗണ്ട്. നമുക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെ ഇപ്പോഴത്തെ മാതിരി അങ്ങനെ ഭീകരാക്രമണവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ടൈറ്റ് സെക്യൂരിറ്റിയാണ് ബോർഡറിൽ. ജമ്മുവിൽ ഞാൻ 3 വർഷം. ജമ്മു നല്ല അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമ്മുവിലെ എൻ്റെ സർവീസിൽ എൻ്റെ പേഴ്സണലി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു VIP ടെക്നീഷ്യനായിരുന്നു ജമ്മു സ്റ്റേഷൻ വർഷം. പ്രത്യേകിച്ച് മഹേന്ദ്ര ജീപ്പിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു മഹേന്ദ്രയുടെ. അപ്പോൾ ആർമിയുടെ വണ്ടി ഒന്നുമില്ല. എത്ര വണ്ടി ഉണ്ടാവും? അത് ഓരോ യൂണിറ്റ് ഞങ്ങളുടെ അണ്ടറിൽ ഒരു 10-12 യൂണിറ്റ് ഉണ്ടാവും. മൊത്തം എത്ര വണ്ടി ഉണ്ടാവും? ആയിരക്കണക്കിന് വണ്ടിയുടെ എല്ലാം ഹെഡ് നിങ്ങളാണ്. അതിന്റെ ഈ ജീപ്പിന്റെ അത് ജീപ്പാണ്. മഹീന്ദ്ര ജീപ്പ്, വില്ലീസ് ജീപ്പ്. അത് മഹീന്ദ്രയാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെ, അത് ഞങ്ങളുടെ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ ഏതെല്ലാം യൂണിറ്റ് നമ്മളുടെ അണ്ടറിലുണ്ട് അവരുടെ വർക്ക്ഷോപ്പിന്റെ അവരുടെ ജീപ്പ് കംപ്ലീറ്റ് നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് വരിക. ഈ ആർമി ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രതിസന്ധികൾ നേരിട്ട സംഭവങ്ങൾ? പ്രതിസന്ധി കാര്യമായിട്ടൊന്നുമല്ല. ഞാൻ ഏറ്റവും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓഫീസറാവാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളെ സർവീസ് സെലക്ഷൻ ബോർഡ് എന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഈ സർവീസ് സെലക്ഷൻ ബോർഡിൽ ഞാൻ പോയി. പക്ഷേ ഞാൻ ഫെയിലറായി സർവീസ് സെലക്ഷൻ ബോർഡിൽ. അത് വലിയൊരു മാനസികമായിട്ട് ഞങ്ങൾ കൂടിയുള്ള കുറേ ആൾ അങ്ങനെ ആർമി സർവീസിലേക്ക് ഓഫീസേഴ്സായിട്ട് ഷിഫ്റ്റായിട്ട് പോയി. കുറേ ആൾക്കാർ. എനിക്കറിയില്ല, നിങ്ങൾ ഇപ്പോൾ കണ്ണൂർ കൻ്റോൺമെൻറ്റിലെ കേണൽ പത്മനാഭൻ, അതേമാതിരി ഇപ്പോൾ ജ്യോതിസിലുള്ള കേണൽ പുരുഷോത്തമൻ, അങ്ങനെ അതേമാതിരി തന്നെ ബ്രിഗേഡിയർ നാരായണൻ, ബ്രിഗേഡ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാം നമ്മളുടെ സീനിയർ ജൂനിയർ ആയിട്ടുള്ള നമ്മൾ കൂടെയുള്ളതിൽ ഒരു 10-20% ആൾക്കാർ ഓഫീസറായിട്ട്. എനിക്ക് കിട്ടാൻ വിഷമമുണ്ട്. കാരണം ഞാനും ഏകദേശം അവരുമായിട്ടൊക്കെ മോശമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ആളാണ്. ഈ 10 വർഷം പൂർത്തിയാക്കുന്നത്, 10 വർഷം പൂർത്തിയാക്കിയിട്ട് വിരമിക്കുകയാണോ സ്വയം വിരമിക്കുകയാണോ, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? അല്ല, അതിൽ എങ്ങനെയാണ് പ്രൊസീജിയർ വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കലി ഫിറ്റായ ആൾക്കാരെ മാത്രമേ അവർ വെക്കുള്ളൂ മിലിറ്ററിയിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് നടുവിനുള്ള ചെറിയൊരു വിഷയം വന്നു. അത് നമ്മൾ പിറ്റ് ചാടുമ്പോൾ ഫിസിക്കൽ എക്സസൈസ് സമയത്ത് ഒരു ടെമ്പററി പ്രശ്നമായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് വലിയൊരു വേദനയായിട്ട് വരികയും ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ നമ്മളെ ഈ മെഡിക്കൽ കാറ്റഗറി ചെയ്യും. കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C. ഞാൻ സിയിൽ വന്നു. കാറ്റഗറി C ആദ്യം ടെമ്പററിയാണ് കാറ്റഗറി C. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും മെഡിക്കൽ ബോർഡ് നോക്കുമ്പോൾ കാറ്റഗറി C, പിന്നെ അവർ പെർമനൻ്റ് ആക്കി. പെർമനൻ്റ് ആക്കുമ്പോൾ അവർ നമ്മളോട് ഓപ്ഷൻ ചോദിക്കും,
വെദർ വില്ലിങ് ഓർ അൺവില്ലിങ് ടു സർവീസ്. ബില്ലിംഗ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. വില്ലിങ് ആ കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ പ്രൊമോഷൻ ഒന്നും ഉണ്ടാവില്ല. കാര്യം ആ പോസ്റ്റ് തന്നെ ആ പോസ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫീൽഡ് ഏരിയയിൽ പോകണ്ട, ബോർഡറിൽ ചെറിയ പോകണ്ട, ജോലി വാങ്ങി ശമ്പളം വാങ്ങി നിൽക്കാം. അങ്ങനെ നിന്ന പോലെ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. എന്തുകൊണ്ട്? അതല്ലേ സേഫ് സോൺ, വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ. അല്ല, സേഫ് സോൺ ആണെങ്കിലും ശമ്പളം കിട്ടും, പക്ഷെ സേഫ് സോൺ ആണെങ്കിലും എന്റെ മനസ്സിൽ വേറെ ഓരോ ഉയരത്തിലേക്ക് അന്ന് ആദ്യം എന്റെ മനസ്സിലുണ്ടായത് കുറച്ചും കൂടെ നമ്മളെ ഈ ഉള്ള നമ്മളെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ അറിവിനെ ഒന്നും കൂടെ ഒന്ന് മേഖലകൾ, അത് ഇതേ മേഖലയിലാണെങ്കിലും ഒന്നും പരിപോഷിപ്പിക്കണം. അതൊരു അപ്പോ ശ്രീരാമേന്ദ്രൻ അങ്ങനെ ഗുഡ് ബൈ പറയാണ്. ഗുഡ് ബൈ പറയുമ്പോൾ ആർമി പോലുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു മേഖലയിൽ നിന്ന് ഗുഡ് ബൈ പറയുമ്പോൾ ആശങ്കകളുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ എൻ്റെ ഒരു പ്രധാന ആശങ്ക ജോലിയെ സംബന്ധിച്ച് തന്നെ ഉള്ള ഒരു ജോലി നമ്മൾ കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു മാതാപിതാക്കൾ എന്ത് പറഞ്ഞു അന്നേരം? അവർ തീരെ സന്തോഷവാന്മാരായിരുന്നില്ല. മാതാപിതാക്കൾ കറക്റ്റ്. അത് മാത്രമല്ല, ഒരു 2-3 മാസം നാട്ടിൽ നിൽക്കുന്ന സമയത്തേക്ക് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താ ഇത് ഇത്ര നല്ല ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നാട്ടിൽ വെറുതെ. അപ്പോൾ അന്ന് എനിക്ക് നാട്ടിൽ ചോദിക്കാൻ കാരണം, നാട്ടിലുള്ള കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ കലാരംഗമായിട്ട് ചെറുങ്ങനെ ഒന്ന് ബന്ധമുണ്ടായി. നാടകം. അപ്പോൾ നമ്മളെ നാടകവും നമ്മളെ കലാസമിതിയിലേക്ക് മാറി. അപ്പൊ അന്ന് കുടുംബത്തിൽ ഭയങ്കര. അപ്പൊ അത് ഈ വിട്ടു വരുന്നതിന് മുമ്പേ ഞാൻ കല്യാണം കഴിച്ചിരുന്നു. 78 ഒക്ടോബർ 6 കല്യാണം കഴിച്ചു. അതെ, 79 പിന്നെ ജൂലൈയിൽ ഞാൻ വിട്ടു. ഭാര്യ കുഴപ്പമാക്കിയിട്ടില്ല. ഭാര്യയ്ക്ക് വലിയ പ്രശ്നമില്ല, ഭാര്യയുടെ കുടുംബമൊക്കെ വലിയ സെറ്റിൽഡ് ആണ്. പിന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല. അപ്പോ നമുക്ക് അന്ന് മാതാപിതാക്കളുടെ ആശങ്കയുണ്ട്. എന്റെ മാതാപിതാക്കളുടെ ആശങ്കകളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ നാടകം എന്ന് പറഞ്ഞില്ലേ, ഈ നാടകത്തിന്റെ പ്രത്യേകം പറയേണ്ടത്, ഞാനും ശ്രീനിവാസനും ഒരുമിച്ച് നാടകത്തെ വിളിച്ചു. നടൻ ശ്രീനിവാസൻ കാൽവരി മല മുകളിൽ തോന്നുന്ന നാടകം പയ്യന്നൂര്. നമ്മളെ രാമേന്ദ്രൻ ചില്ലറക്കാരനല്ല. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുള്ള നടനും തിരക്കഥാകൃത്തും കഥാകൃത്തും എല്ലാ അർത്ഥത്തിലും. പക്ഷെ ഇപ്പൊ ശ്രീനിവാസനെ ചോദിച്ചാൽ ശ്രീനിവാസൻ ഓർമ്മയുണ്ടാവുന്നില്ല. കാൽവരി മലമുകളിൽ എന്തായാലും നമ്മളൊന്നും ചോദിച്ചില്ല. ശ്രീനിവാസൻ അതില് പിന്നെ ഒരു നമ്മളെ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ജഡ്ജിന്റെ റോളായിരുന്നു. അതേപോലെ അത് ഈ നാടകത്തിന് സംവിധായകൻ നിങ്ങൾക്ക് അറിയുന്നല്ല, മാണിയാറത്ത് രവീന്ദ്രനാഥ്, തലശ്ശേരിയിലുള്ള ഈ ട്രൂപ്പില്ല നമ്മളെ പയ്യന്നൂരുള്ള ഒരു കലാസമിതി അത് ചിട്ടപ്പെടുത്തി. അത് പയ്യന്നൂർ ചുറ്റുഭാഗങ്ങൾ കുറെ സ്ഥലത്ത് ഒരു 8ഓളം വേദി. ഞാൻ ഏകദേശം ഒരു 6-7 വേദി. അപ്പോഴേക്കും ഞാൻ നേരെ ഈ ആൾക്കാരെ ചോദ്യം എടുത്തിട്ട് ഞാൻ നേരെ ബോംബെയിലേക്ക് പോയി. നാട് വിട്ട് 80 ആരും കൊണ്ടുപോയില്ല, ഞാൻ തന്നെ അങ്ങ് പോയാണ്. അപ്പോഴേക്ക് ജനുവരി 3-ാം തീയതി 80 ജനുവരി 3-ാം തീയതി എനിക്ക് ഒരു കുട്ടി ജനിച്ചു, ആദ്യത്തെ മകന്. ഞാൻ അന്ന് നാട്ടിലുണ്ട്. അതിനുശേഷം ഞാൻ പോയി. ശരിയാവില്ല, മനസ്സിലായി. കാരണം സാമ്പത്തികമായും വലിയ ബുദ്ധിമുട്ട്, സഹായിക്കാൻ ആരും പ്രത്യേകിച്ചില്ല. പൊതുവെ ജോലി വേണ്ടി പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബോംബെയിൽ പോയി. ബോംബെയിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു ടയർ കടയിൽ ഞാൻ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്, നമ്മൾ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ഞാൻ അവിടെ താമസിച്ച് അവിടുന്ന് കുറേ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ഒരു 2 ആഴ്ച ഇല്ല, ജോലി ചെയ്തില്ല. 2 ആഴ്ച അവിടെ താമസിച്ച അദ്ദേഹത്തിന്റെ കീഴിൽ ബാലകൃഷ്ണൻ എന്നുള്ള പേരുള്ള ഒരാളാണ്. ഇന്റർവ്യൂ അവിടെ രാവിലെ ഇത് നമ്മളെ വെച്ചിട്ട് രാവിലെ ഒന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വാങ്ങിച്ചിട്ട് അതിൽ എവിടേക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കും. അവിടേക്ക് ബസ് പിടിച്ച് മനസ്സിലാക്കി ഇതൊക്കെ റൂട്ട് നല്ല മനസ്സിലാക്കിയിട്ട് പോയി. പ്രത്യേകിച്ച് അവിടെയുള്ള ഇന്റർവ്യൂവും വലിയ ഓഫീസൊക്കെ എല്ലാം നരിമാൻ പോയിന്റിലാണ് അധികവും. ഈ നരിമാൻ പോയിന്റ് ഓരോ സ്ഥലത്തേക്ക് പോയി ഇന്റർവ്യൂവിന് പോയിട്ട് ഞാൻ 3-ാമത്തെ ഇന്റർവ്യൂവിൽ ഞാൻ സെലക്ഷനായി. സൗദിയിൽ നിസാന്റെ ഒരു വർക്ക്ഷോപ്പാണ് സൗദിയിൽ. നേരെ പോയി
അവിടെ നേരെ സൗദിക്ക് പോയി. നേരെ പോയി. ചെറിയ കുട്ടി ഇവിടെ ഉണ്ട്. കാണാനൊന്നും വന്നില്ല. ഇല്ല, അല്ല അന്ന് കത്താണല്ലോ, ഫോണൊന്നുമില്ല. സൗദിക്ക് അങ്ങനെ പോവാണ്. പാസ്പോർട്ട് കയ്യിലുണ്ട്. പാസ്പോർട്ടിലും അവിടെ നിന്ന് എടുത്തതല്ല, നേരത്തെ ഉണ്ട്. അങ്ങനെ സൗദിക്ക് വേണ്ടി സൗദിയിലേക്ക് പോയി ഇറങ്ങുന്നത്. സൗദിയിൽ ദമാമിൽ പോയി ഇറങ്ങി. എത്ര വർഷം അവിടെ? അവിടെ 20 മാസം കണ്ടിന്യൂസ്. നാട്ടിൽ വന്നിട്ടില്ല. അവിടെ പോയ ശേഷം മനസ്സിലായത് എൻ്റെ സാലറി കുറവാണെന്നുള്ളത്. നമുക്കന്ന് വന്ന് വ്യക്തമായ ധാരണ ഉണ്ടായില്ല. ഒരു 1200 റിയാൽ. 1200 റിയാൽ എന്ന് വെച്ചാൽ 450 റിയാൽ വേണം 1000 റുപ്യക്ക് ഇവിടെ നാട്ടിൽ. ആ സമയത്ത് 2-3000 രൂപ. പക്ഷെ എന്നാലും ഓക്കെ എന്നുള്ള രീതിയിൽ പോയി 20 മാസം ജോലി ചെയ്തു. 20 മാസം ജോലി ശേഷം നേരെ നാട്ടിലേക്ക് വന്നു. ഇവരെല്ലാം കണ്ട് ഇവിടെ 1 മാസമേ നിന്നുള്ളൂ, 1.5 മാസം. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറേ ഇൻ്റർവ്യൂവും കുറേ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു വേറെ കമ്പനികൾ. സൗദിയിൽ നിന്നു. പിന്നെ എനിക്ക് കിട്ടിയത് അബുദാബിയിൽ കിട്ടിയത് സെയിൻറ്റ് റാപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് കമ്പനി. ഫ്രാൻസിന്റെ അബുദാബിയിൽ ഞാൻ കുറേ വർഷം ഉണ്ടായിരുന്നു. എൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഹെഡ് യൂണിറ്റ് അബുദാബിയിലാണ്. അബുദാബിയിൽ നിന്നാണ്. അവിടുന്ന് ഞാൻ മ്യാൻമാർ, തായ്ലൻഡ്, പിന്നെ ബ്രുണൈ, പിന്നെ നിസാന്റെ അല്ല, ഈ സെയിൻറ്റ് റാപ്റ്റിന്റെ കമ്പനി. അവർ ഡ്രഡ്ജിങ് മേഖലയിലുള്ള കമ്പനിയായിരുന്നു. മാറി ഫാമിലി കൊണ്ടുപോയിട്ടില്ല. ആദ്യം 35 വർഷം. അന്നേരം എവിടെയും കൊണ്ടുപോയില്ല. കാരണം ഈ ഡ്രഡ്ജിങ് മേഖല ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഉള്ളോട്ടാണ്. ഷിപ്പിന്റെ ഈ ഡ്രഡ്ജിങ് ഏരിയയിലൊക്കെയാണ്. അവിടെ ഒന്നും ഫാമിലി വെക്കാനുള്ള സംവിധാനമില്ല. മഹീന്ദ്രയുടെ ജീപ്പല്ലേ? അതെ, അതാ ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് അവർ തന്നെ ഈ ഹൈഡ്രോളിക് എക്യുപ്മെന്റ്സിന് ട്രെയിനിങ് തന്നു. അവർ തന്നെ അവര് നമ്മളെ മാനുവൽ വായിക്കാനുള്ള കഴിവും അതേപോലെ തന്നെ നോക്കിയിട്ട് നമ്മളെ സ്പെയർ പാർട്സ് ഓർഡർ ചെയ്യാനുള്ള കഴിവ് ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഡ്രഡ്ജറിലേക്ക് പോകണം. പക്ഷെ കരയിലാണ് താമസം. അപകടം വെച്ചാൽ കുറച്ച് റിസ്കി ജോബാണ്. പാകിസ്ഥാനിൽ പോയിട്ട് യുദ്ധകാലത്ത് പിടിച്ചെടുത്ത സ്ഥലത്ത് പോയി ജോലി ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ അബുദാബിയിലെ പല മ്യാൻമർ ഉൾപ്പെടെയുള്ള ആ രാജ്യങ്ങളൊന്നും അത്ര സേഫ് അല്ല. അപ്പൊ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ എങ്ങനെയാണ്? അല്ല, അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അബുദാബിയിലുള്ള ഈ ഡ്രഡ്ജിങ് മേഖലയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ഈ ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ്സിൽ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെ ആയെന്ന് പറയാം. ഒരു 2-3 വർഷം അവിടെ വർക്ക് ചെയ്ത സമയത്ത്. അപ്പോൾ അവരുടെ തന്നെ ഒരു റെക്കമെൻഡേഷനിൽ ടോട്ടൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് എനിക്ക് ഒരു തൽക്കാലം ജോലിക്ക് പോകാനൊരു അവസരം അവർ തന്നു. അവരുടെ ഓഫ് ഷോർ മേഖലയിൽ. അതെ, ഈ ഓഫ് ഷോറിലാണ് ഞാൻ പിന്നെ ഈ ടോട്ടലിൽ ജോയിൻ ചെയ്തത്. ഇതിൽ നിന്ന് നേരെ ടോട്ടലിലേക്ക് ജോയിൻ ചെയ്തു. ടോട്ടലുകാരാണ് എന്നെ ഈ പല നാടുകളിലേക്കും പറഞ്ഞയച്ചതും. ഏകദേശം ഒരു 10-12 രാജ്യങ്ങളിൽ. ലയൺസിൽ ഈ അവിടെ വന്ന് ജോലി ടോട്ടലിൽ ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് ഷെഡ്യൂൾ മാറിയല്ല. അല്ലെങ്കിൽ കൊല്ലത്തൊരു പ്രാവശ്യം നാട്ടിൽ വരാൻ പറ്റും. ഇവിടെ വെച്ചാൽ എല്ലാ മാസവും നാട്ടിൽ വരാം. 28 ദിവസം വർക്ക് ചെയ്താൽ 28 ദിവസം നാട്ടിലേക്ക് വരാം. നാട്ടിലുണ്ട്. അപ്പോൾ പിന്നെ ഇല്ല. കാരണം അന്നേരം ഈ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ നാടകത്തിലെ ആൾക്കാരൊക്കെ പല ഞാൻ പയ്യന്നൂർ ലയൺസ് ക്ലബ് ആദ്യം മെമ്പറായി. എത്ര വർഷം? 1998 മാർച്ചിൽ മെമ്പറായി. ആദ്യം ഇതിന്റെ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2016. അതുവരെ വെറും മെമ്പറായിരുന്നു. പ്രസിഡന്റ് ആയ ശേഷം താങ്കൾ ചെയ്ത പ്രധാന പ്രവൃത്തി എന്താണ്? പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ ചെയ്ത പ്രധാന പ്രവൃത്തി, ഞാൻ പ്രസിഡന്റ് ആയ ശേഷം ഞങ്ങളെ ക്ലബിലെ മീറ്റിങ്ങുകളൊക്കെ വളരെയധികം ആക്റ്റീവായിരുന്നു എല്ലാവരും. കാരണം വെച്ചാൽ നമ്മൾ ഓരോ മീറ്റിങ്ങിന് എന്തെങ്കിലും ഒരു പരിപാടി, കലാപരിപാടികൾ, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, സംസാരിപ്പിക്കുക, പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കുക. അതിന് എനിക്ക് എല്ലാ ആൾക്കാരും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മളെ എൻ്റെ പാസ്റ്റ് ഗവർണറായ ഡോക്ടർ എസ് രാജി, പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളും പിന്നെ ഡെർമറ്റോളജി HOD അയാൾ, അതേപോലെ ഡോക്ടർ ദാമോദരൻ, അതേപോലെ തന്നെ വി ബാലൻ പയ്യന്നൂരിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. യൂണിറ്റ് പ്രസിഡന്റ് ഞാൻ 16-17 യൂണിറ്റ് പ്രസിഡൻ്റായി. യൂണിറ്റ് പ്രസിഡൻ്റായ കാരണം യൂണിറ്റ് പ്രസിഡൻ്റ് ആയാൽ മാത്രമേ ലയൺസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പൊസിഷനിലേക്ക് പോകാൻ പറ്റും. അടുത്ത പൊസിഷനിലേക്ക് ഞാൻ അവിടെ
സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ എന്നൊരു പോസ്റ്റുണ്ട്. അത് ഇരിട്ടിയിലെ അഡ്വക്കേറ്റ് ഡെന്നീസ് സാറിൻ്റെ അണ്ടറിൽ എന്നെ സർവീസ് ചെയർപേഴ്സണായിട്ട് അന്ന് ഈ സർവീസ് ചെയർപേഴ്സണായിട്ട് എന്നെ നിർമ്മിച്ചത് ഈ ക്യാൻസർ എറാഡിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു സർവീസ് പ്രോഗ്രാം. പക്ഷേ ചെറുങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് 1 വർഷം. പിന്നെ അടുത്ത ഇതിൽ ഗണേശൻ കണിയാറക്കൽ, അതിൽ ഞാൻ സമയം ഉണ്ടായത് പിന്നെ യൂത്ത് എംപവർമെൻറ്റ്. ഞാൻ പിന്നെ പല ക്ലാസ്സുകളും അതേപോലെ തന്നെ അവരുടെ ക്യാമ്പുകൾ, ഞാനുള്ള സമയത്ത് അതിന് ഇങ്ങനെ നല്ലൊരു ക്യാമ്പ് നടന്നിട്ടില്ല. ഇൻ ഹൗസ് ക്യാമ്പ് തലശ്ശേരി നമ്മളെ NTTF-ൻ്റെ പ്രമൈസസിൽ ഗണേശൻ കണിയാറക്കലിൻ്റെ കാലം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നത് പിന്നെ രാജീവ് ഡോക്ടർ കൂടെ ഞാൻ രാജീവ് ഡോക്ടർ നേരെ താഴെ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അത് എല്ലാ വർഷം ഈ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി വെച്ചാൽ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, മാഹി ഏരിയൻ്റെ ഫുൾ ക്ലബ്ബുകളുടെ രാജീവ് ഡോക്ടറുടെ അണ്ടറിലുള്ള ക്ലബ്ബുകളുടെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അത് 1 വർഷം അങ്ങനെ ആ ഒരു വർഷമാണ് എനിക്ക് ലയണിസത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു അതിനുശേഷം അടുത്ത് ഡോക്ടർ സനൽ തളിപ്പറമ്പ് നമ്മളെ ഗവർണറായിരുന്നു. അതിൽ ഞാൻ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറായിരുന്നു. അതായത് കംപ്ലീറ്റ് സാമ്പത്തിക കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ യോഹന്നാൻ ഇവിടെ വയനാട്ടിലെ യോഹന്നാൻ്റെ കൂടെ ഞാൻ അഡീഷണൽ ക്യാബിനറ്റ് ട്രഷറർ. ഈ ട്രഷറിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ മത്സരിച്ചു. പോസ്റ്റിലേക്ക് മത്സരിക്കാൻ ആദ്യം സെക്കൻഡ് വൈസ് ഗവർണറായിട്ട് മത്സരിക്കും. അപ്പോൾ സെക്കൻഡ് വൈസ് ഗവർണറായിട്ട് ഞാൻ മത്സരിച്ചു. എൻ്റെ എതിരാളികൾ 3-4 ആളുണ്ടായിരുന്നു. ഒന്ന് ഇപ്പോൾ നേരത്തെ വിളിച്ച ഒരു സൂരജ്, അതേപോലെ തന്നെ നമ്മുടെ രജീഷിന് മുമ്പിൽ 3-4 ആൾക്കാർ. ഞാൻ അവരൊക്കെ 1, 2, 3 പ്രാവശ്യം മത്സരിച്ചവരായിരുന്നു. ഞാൻ ഫസ്റ്റിൽ ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് വൈസ് ഗവർണറാവും. അത് കഴിഞ്ഞ് ഫസ്റ്റ് വൈസ് ഗവർണറാവും. അത് കഴിഞ്ഞ് ഗവർണറാവും. പ്രധാനമായിട്ട് ഏറ്റവും നടപ്പിലാക്കിയത് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, മാഹി ഏരിയയിൽ 150 സ്കൂളുകളിൽ കുടിവെള്ളത്തിനായിട്ടുള്ള ഫിൽട്ടർ, RO ഫിൽട്ടർ, ശുദ്ധജല വിതരണം, അതിനുള്ള ഫിൽട്ടർ നമ്മൾ ചെയ്തു. രണ്ടാമത് നമ്മൾ ക്യാൻസർ ഇറാഡിക്കേഷൻ പ്രോഗ്രാമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ക്യാമ്പ് നടത്തി. അത് മാത്രമല്ല ആ ക്യാമ്പിൽ നമ്മൾക്ക് ഒരുപടി ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യാനും പറ്റി, അവരെ നമ്മൾക്ക് ചികിത്സയിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അത് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്തത് ഇതേ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം, ഒന്നും കൂടെ സ്കൂളുകളിലും കാര്യങ്ങളൊക്കെ പോയി നമ്മൾ വിവിധ പ്രവർത്തികൾ 1 വർഷം ഫുൾ എൻഗേജ്ഡ് ആയിട്ട്. ഇപ്പോഴും ഞാൻ കേരള മൾട്ടിപ്പിൾ, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള കേരള മൾട്ടിപ്പിളിന്റെ ട്രഷറാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കേണ്ടത്, നിങ്ങളുടെ അമ്മയെ കുറിച്ച് പറഞ്ഞു, അച്ഛനെ കുറിച്ച് പറഞ്ഞു, അമ്മമ്മയെ കുറിച്ച് പറഞ്ഞു, ഭാര്യയെ കുറിച്ച് പറഞ്ഞു. ഭാര്യയുടെ പേരെന്താണ്? ഭാര്യയുടെ പേര് ചിത്രലേഖ. എവിടെയാണ് കണ്ടെത്തിയത്? കണ്ടെത്തിയ വെച്ചാൽ നമ്മള് വളരെ ഏർലി മാരേജ് ആണ്. അതിപ്പോ മുൻകൂർ പറയാതിരിക്കും. ഞാൻ 24, അവർക്ക് 16. അപ്പൊ ഇപ്പൊ പോക്സോ പ്രകാരം കേസെടുക്കാം, അതെ പറയാറുണ്ട്. 24, 16, അതെ, 8 വയസ്സിന്റെ വ്യത്യാസം. എങ്ങനെ കണ്ടെത്തി? പ്രണയം ഒന്നുമില്ല. അവര് പ്ലാത്തറയാണ്, ഞാൻ എവിടെയാണ്. മാതാപിതാക്കളല്ല, ഞാൻ തന്നെ നമ്മള് പെണ്ണ് കാണാൻ പോയി. അങ്ങനെ 2-3 പെണ്ണ് കണ്ടു. 24 വയസ്സുള്ള ആള് 16 വയസ്സുള്ള പെണ്ണിനെ പോയി പെണ്ണ് കണ്ടു, കഴിച്ചു. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, ഈ നമ്മളെ പ്രത്യേകിച്ച് ഈ ലയൺസ് മൂവ്മെന്റിൽ ഞാൻ ഈ ഗവർണർഷിപ്പിലേക്ക് വന്ന കാലഘട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ വൈഫാണ്. കാരണം നമ്മൾ ഈ ഗവർണർഷിപ്പിന് മുമ്പുള്ള മത്സരം കുറച്ച് ടൈറ്റ് മത്സരമാണ്. അപ്പോൾ നമ്മൾ ഓരോ ഗൃഹ സന്ദർശനം, അതേമാതിരി മീറ്റിങ്ങുകൾ അതിലൊക്കെ നടത്തണം. അതിലൊക്കെ ഇവരെ സാന്നിധ്യവും സഹായം എപ്പോഴും കൂടിയുണ്ട്. മക്കൾ 2 മക്കളാണ്, 2 പെൺകുട്ടികൾ. മൂത്ത മകള് സരിത, രണ്ടാമത്തെ മകള് സബിത. മൂത്ത മകള് പിന്നെ ഹസ്ബൻഡിന്റെ പേര് സുനിൽ കുമാർ, ഞാൻ പറഞ്ഞ എയർഫോഴ്സ് പൈലറ്റ് ആയിരുന്നു. ഇപ്പോഴും ചിപ്സ് ആൻഡ് എയർവേസിന്റെ സിഇഒയും അവരുടെ ചീഫ് പൈലറ്റുമാണ്. അവർക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. മകളുടെ മകനും പൈലറ്റാണ്. ഇൻഡിഗോയിൽ സെലക്ഷനായി.
അവർ ഇപ്പോൾ ഈ സിമുലേറ്റർ ട്രെയിനിങ്ങിന് കാത്തു നിൽക്കുന്നു. അത് മാർച്ചിലാണ് അവർക്ക് കിട്ടിയുള്ളൂ. രണ്ടാമത്തെ മകൻ ഡിസൈനിങ്, ബാച്ചുലർ ഇൻ ഡിസൈനിങ്ങിൻ്റെ സ്ട്രാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ. ഇപ്പൊ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ? ഞങ്ങൾ രണ്ടുപേരും ബാക്കി എല്ലാവരും സെറ്റിലായി. എല്ലാം എങ്ങനെയുണ്ട് ജീവിതം മൊത്തത്തിൽ? ജീവിതം വളരെ സന്തോഷം. അടിപൊളിയാണ്. അതുപോലെ രണ്ടാമത്തെ മകൾ ഇതേമാതിരി തന്നെ, അവരെല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് രണ്ടുപേരും. അവരതും ഏകദേശം 19-20 വയസ്സിലെ കല്യാണം കഴിഞ്ഞിരുന്നു. പക്ഷേ അതിന് ശേഷം പഠിച്ചു. മൂത്ത മകൾ MSc കമ്പ്യൂട്ടർ സയൻസ് ആണ്, പിന്നെ മാത്സ് MSc മാത്സ് ആണ്. അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് യോഗ ടീച്ചറാണ്. അങ്ങനെ കുറെ മിക്സ്ഡ് ആക്ടിവിറ്റീസ്. അപ്പൊ പൂർണ്ണ സംതൃപ്തനാണ്. ഐ എം സോ ഹാപ്പി. നമ്മുടെ സമയം തീർന്നു. മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തിൽ രാമേന്ദ്രൻ ജീവിക്കുകയാണ്. അപ്പോ രാമേന്ദ്രനെ വാർത്തെടുത്ത വഴികളിലൂടെയുള്ള സഞ്ചാരമായിരുന്നു ഇത്. രാമേന്ദ്രൻ ഒരു ദിവസം പൊട്ടി വീണതല്ല. അറിയാലോ, ആർമിയിൽ നിന്ന് ജോലി കളഞ്ഞിട്ട് VRS എടുത്ത് വരാൻ ധൈര്യം കാണിച്ച രാമേന്ദ്രനെയാണ് സക്സസ് സ്റ്റോറി അപ്രിഷ്യേറ്റ് ചെയ്യുക. കാരണം അവിടെ ആ തീരുമാനം രാമേന്ദ്രൻ എടുത്തത് പുതിയ തലമുറക്ക് അത് ഒരു മാതൃകയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ, നിങ്ങൾ നിന്നിടത്ത് നിൽക്കാതെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ വന്ന സ്ഥലത്ത് തന്നെ നിന്ന് തിരിച്ചു പോകാതെ നിങ്ങൾ യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്ത് അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച രാമചന്ദ്രൻ്റെ ജീവിതമാണ് സക്സസ് സ്റ്റോറിയിൽ ഈ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രേക്ഷകരിൽ ചിലരുടെ മനസ്സിലെങ്കിലും പുതിയ ചിന്തകൾക്ക്, പുതിയ തോന്നലുകൾക്ക്, പുതിയ വഴികൾ തുറക്കാൻ കാരണമാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് രാമചന്ദ്രനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾ കാണുക, അറിയുക, രാമചന്ദ്രനെ പഠിക്കുക. പ്രേക്ഷകർക്കും ഒപ്പം രാമചന്ദ്രനും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.